എല്ലാവർക്കും നമസ്കാരം. ലിവിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നതുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാൽമൺ ഫിഷ് ഫ്രൈ ആണ്, തവ ഗ്രില്ലാണ്. എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് ഈ സാൽമൺ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അവൈലബിളായിട്ട് വരുന്നുണ്ട്. എങ്കിൽ പോലും അതിന് ഇച്ചിരി മറ്റ് ഫിഷുകളെ അപേക്ഷിച്ച് ഇച്ചിരി വില കൂടുതലാണ്. എൻ്റെ ഒരു സിമ്പിൾ മസാലയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ നാടൻ മസാലയെക്കാട്ടിൽ എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു ഫിഷിന് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മസാലയാണ്. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി, അത് നമ്മൾ മീൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ നാരങ്ങാനീര് മസ്റ്റാണ്. ഈ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ നാരങ്ങാനീരിനൊരു ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ ഈ ഒരു മസാല അരച്ചെടുക്കണം. അതിനുശേഷം അരച്ച കൂട്ട് നമ്മുടെ ഫിഷിൽ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഈ സാൽമൺ ഫിഷ് എന്ന് പറയുന്നത് ഒരു ഹൈ ഓയിൽ അടങ്ങിയിട്ടുള്ളൊരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു പാൻ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. വെളിച്ചെണ്ണ, ഈ മസാലയിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ വാഴയില ഉണ്ടെങ്കിൽ ഈ ഒരു പാനിനകത്തോട്ട് വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മീൻ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കേണ്ട ഒരാവശ്യവും വരത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു ഫിഷിന് ഒരുപാട് കുക്കിംഗ് ടൈമില്ല. ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രമേ ഒരു 1 സൈഡ് കുക്ക് ചെയ്തിട്ടുള്ളൂ. അത്ര പോലും ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ കുക്കാകും. നമ്മളിപ്പം ഒരു ചെറിയ സ്ലൈസായിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാകും. ഇത് ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ഈ മീനങ്ങ് ഹാർഡായിപ്പോവും. അപ്പം ഈ സൈഡ് ഏകദേശം ഒരു 3-4 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, ഗ്രില്ല് ചെയ്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും അതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ പാനിലോട്ട്. ഇതുണ്ടല്ലോ, ഇത്രയും ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ സാൽമൺ എല്ലാം തേണ്ട പെട്ടെന്ന് ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇതേപോലത്തെ അടിപൊളി റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.